നല്ല കാന്താരിയും കപ്പയും. പിന്നെ നമ്മൾ കള്ളു കുടിക്കത്തില്ല, നല്ല കഞ്ഞിവെള്ളം കിട്ടും കേട്ടോ. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ അതുവഴി വന്നപ്പോൾ ചേട്ടായി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ വഴി അടച്ചിട്ടേക്കുന്നു. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് കൊല്ലങ്കോട്. അപ്പോൾ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ കാഴ്ച ഇതേ പോയി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ഇത് മാത്രമല്ല കേട്ടോ, പാലക്കാട് ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് ഈ സൈഡാണ് കേട്ടോ കയറിയത്. ഒരു കലുങ്ങിൻ്റെ സൈഡിൽ കൂടിയായി പാടത്തോട്ട് കയറിയത്. ശരിക്കും ആ കാണുന്ന വഴിയുണ്ടോ, അവിടെയാണ് എല്ലാവരും വണ്ടി നിർത്തി അവിടെ നിന്നാണ് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് കയറുന്നത്. നമുക്ക് വഴി തെറ്റിപ്പോയി കണ്ടോ. ഇതിലൂടെ കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇനി പാടത്തുകൂടി നീന്തണം. കുടിലില്ല. അപ്പോൾ ഇതായിരുന്നു കറക്റ്റ് വഴി. പ്രവേശനം പാസ് മൂലം ഭക്ഷണ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകരുത്, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാം കേട്ടോ. ഇവിടെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്നൊരു വഴി. അതൊക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് ചളിങ്ങി കിടക്കും. എങ്ങനെ പോവും? ഈ സൈഡ് പോകും. ഇതുണ്ട് ഇവിടെ ഒരു ചെറിയ വള്ളം. നെൽക്കതിർ പറിക്കരുത്, അതിന് നെല്ലൊന്നുമില്ല. അപ്പോൾ നെല്ലുള്ള സമയത്ത് നെൽക്കതിർ പറിക്കരുത്. കണ്ടോ, ഇതുപോലുള്ള കുടിലുകളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഈ പാടത്തിൻ്റെ എന്താ പറയുക, സെൻട്രലിലൊക്കെ ആയിട്ട് ഒരുപാട് പ്ലേസിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ, മലനിരകൾ കണ്ടോ, നെല്ലിയാമ്പതി മലനിരകൾ. അതാണ് ഇവിടുത്തെ ഒരു വ്യൂവിൻ്റെ ഒരു മെയിൻ ഒരു എന്താ പറയുക, സൂപ്പർ വ്യൂ ആണ് ഇവിടെ. ഇവിടെ ഏറുമാടം, അതുപോലെ തന്നെ അതേ കാളവണ്ടിയുടെ എന്തോ സാധനം, അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല കേട്ടോ. ഒരേ സമയം 4 പേർക്ക് മാത്രമേ ഉള്ളൂ ഏറുമാടത്തിൽ കയറാവുള്ളൂ. പൂക്കൾ പറിക്കരുത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വിളക്കുമാടമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ വിളക്കുമാടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പഴമ, ശരിക്കും ഒരു പഴമ ഫീൽ ചെയ്യത്തക്ക രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടത് ആ സൈഡിലായിട്ട് ഒരു ജലചക്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുടിലുണ്ട്. എല്ലാ കുടിലിൻ്റെയും സൈഡിലായിട്ട് ഇതുപോലെ തന്നെ റാന്തലെന്ന് പറയില്ലേ, അതെല്ലാം ഉണ്ട്. നമ്മളിത് ആ സൈഡില്ലേ, അവിടെയാണ് നേരെ കാണുന്ന ആ സ്പോട്ടിലാണ് ആദ്യം എത്തിയത്. നമുക്ക് വഴിതെറ്റിപ്പോയതാ. ആദ്യം ഓർത്തത് എന്താ സംഭവം, ഇപ്പോൾ ആടമല്ലേ, ഫ്രീ ആയിരിക്കും ഇങ്ങോട്ടുള്ള ഒരു ഇതൊന്നും. പക്ഷെ സംഭവം പാസ് മൂലമായിരുന്നു. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ എൻട്രി ഫീ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതാണോ, ഒന്ന് കറക്കി നോക്കിയാലോ. ഓ, കറങ്ങുന്നുണ്ട്. ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൽ എന്താ പറയുക, ആ ഒരു ടൈമിലൊക്കെ ഇവിടെ വരുമായിരുന്നെങ്കിലാണ് കേട്ടോ ഇച്ചിരി ബെറ്റർ ആയത്. കാര്യം വേറൊന്നുമല്ല, നല്ല പച്ച പുതച്ച് കിടക്കും ആ ഒരു സമയത്ത്. ആ സമയത്തെ കാഴ്ചകൾ ഗംഭീരമായിരിക്കും. ഇത് പിന്നെ ഒരു പച്ചപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയുള്ള പാടങ്ങളെല്ലാം എന്താ പറയുക, ഈ കൊയ്ത്ത് കഴിഞ്ഞ് കരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതായിരുന്നു, ഫീലായിരുന്നു. ഇപ്പം എൻ്റെ ഒരു കണക്കൂട്ടിൽ ഈ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു തരി പച്ചപ്പുണ്ടാവില്ല, കാഴ്ച കുറവായിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടിലായിരുന്നു. അതെല്ലാം തെറ്റി. നൈസായിരുന്നു. ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ, നമ്മളിന്നലെ നെന്മാറ വെടിക്കെട്ട് കാണാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ആ വെടിക്കെട്ടൊക്കെ കണ്ടു, അവിടെ റൂം എടുത്തു. അപ്പോൾ ഇന്ന് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് കൊല്ലങ്കോടും കൂടി ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെയാണ്. നൈസ്.
അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കൊല്ലങ്കോട് എത്തിയത് കേട്ടോ. കപ്പിൾസൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ കുടിലും കപ്പിൾസ് ഉണ്ട് ദൂരെ. പിന്നെ നമ്മളവർക്ക് ശല്യമാവുന്നില്ല ഉണ്ടോ. ഇങ്ങനെ പാടം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക കേട്ടോ, എല്ലാത്തിലും ഇതുപോലെ കുടിലുകളുണ്ട്. അതുപോലെ തന്നെ ഈ എന്തെന്നാ ജലചക്രങ്ങൾ അതൊക്കെ ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഇത്ര ഉള്ളൂ, ഇത്രത്തിനുള്ള ഉപ്പുള്ളൂ. ഞാൻ നേരത്തെ അതുവഴി വന്നപ്പോൾ ചേട്ടായി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ വഴി അടച്ചിട്ടേക്കുന്നു. ആ ഇതിലേ വന്നത്. ഓ ഓ ടിക്കറ്റ് എടുക്കാതെ ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ട് ഇത് പശുവിനാ. നല്ല ഗംഭീര കാഴ്ച കേട്ടോ നിങ്ങളുടെ കൊല്ലങ്കോട്. സീതാർകുണ്ട് ചിങ്ങഞ്ചിറ അമ്പലം. അമ്പലം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഇപ്പോൾ ജംഗ്ഷനിൽ റൈറ്റിലേക്ക് പോയി 6 കിലോമീറ്റർ പോയി കഴിഞ്ഞു പറഞ്ഞാൽ സീതാർകുണ്ട് തേക്കഞ്ചിറ. വെള്ളം ഉണ്ടാവത്തില്ലല്ലോ ഇപ്പൊ സീതാർകുണ്ട്? ഇല്ല, ഈ മല ഇടുക്കാണ്. ഈ മല ഇടുക്കാണ്, ഇപ്പൊ വെള്ളം വളരെ കുറവാണ്. അല്ലെങ്കിൽ അതാ ഒരു ചാലിയാണ്, അത് മല വെള്ളം വരുന്ന വഴി പലയപ്പാണ്ടി എന്ന് പറയും. പലയപ്പാണ്ടി. ഓ ഇത് സീതാർകുണ്ട്. ഇവിടെ സീതാർകുണ്ടും റൈറ്റ് സൈഡിൽ സീതാർകുണ്ടും ലെഫ്റ്റ് സൈഡില് പലയപ്പാണ്ടി. തമിഴ്നാടാണോ അതോ കേരളം തന്നെയാണോ? കേരളം തന്നെ. അത് ആ വഴി പോണെങ്കിൽ നമ്മള് നെമ്മാറ പോയിട്ട് നെല്ലിയാമ്പതിക്ക് പോകാം. നെല്ലിയാമ്പതി പോയിട്ട് അവിടുന്ന് അങ്ങനെ കയറാം. അവിടെ മറ്റേ ഈ പലയപ്പാണ്ടി പറയുമ്പോ ഇപ്പൊ ചിങ്ങമ്പുഴ അല്ലേ? എന്താണ്? ചിങ്ങഞ്ചിറ അമ്പലം. അവിടെ ആരും വരും, ഒരു അമ്പലമൊക്കെ കാഴ്ച. അത് വിട്ട് പറഞ്ഞ സീതാർകുണ്ടിക്ക് പോകണം, അവിടെ ഉണ്ട്. അവിടുന്ന് ഒരേ പോക്ക് പോയി കഴിഞ്ഞാൽ 6-7 കിലോമീറ്റർ പോയാൽ ലാസ്റ്റ് അമ്പലം എത്തും. അമ്പലം പോയ ആലും വരും, നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി നേരെ ചിങ്ങഞ്ചിറ വിടാം. അമ്പലം. അപ്പൊ താങ്ക് യു. ശരി എന്നാ. നമ്മളങ്ങനെ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമിയുടെ ഒരു ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തെത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ പ്ലാറ്റൂട്ടനെ ഇവിടെ വെച്ച് സർക്കാർ അറിയിപ്പ്: ഈ പ്രകൃതി ക്ഷേത്ര സന്നിധിയിൽ മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് വസ്തു എന്നിവ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ വേറൊരു വൈബാട്ടോ ഇവിടെ. ഇത്രയും നേരം നല്ല ചൂടായിരുന്നു. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്കേ എന്താ തണുപ്പ്. ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം, ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചിങ്ങഞ്ചിറ. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിരവധി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാകട്ടെ ഈ കാണുന്നത് ചിങ്ങഞ്ചിറ. ഇവിടുത്തെ വഴിപാട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപായിട്ട്, ചിതലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അത് ഇതുപോലെ നമ്മൾ തന്നെ, അതായത് പൂജാരി കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ പൂജ ചെയ്യുന്ന ഒരു സ്പോട്ട്. ഇവിടുത്തെ നേർച്ചയെന്ന് പറയുന്നത് കോഴി, ആട് ഇതിനെയൊക്കെ അറുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ വഴിപാടുകളാണ് ഇവിടെ കൂടുതലായിട്ടും നടക്കുന്നത്. ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി തുണൈ. നമ്മൾ ഈ വഴിയാണ് കേട്ടോ വന്നത്. ചിങ്ങഞ്ചിറയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. വണ്ടി പ്ലാറ്റൂട്ടനെ ഇവിടെ ഒതുക്കി നേരെ ഇങ്ങോട്ട് നോക്കി ഒരു അടിപൊളി കള്ള് ഷാപ്പ്. ഒരു പ്രത്യേക ഭംഗിയുള്ള കള്ള് ഷാപ്പ്. അതാണ് നമ്മളിങ്ങോട്ട് ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു കള്ള് ഷാപ്പ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതായത് കള്ളുകൂടി ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്കിവിടെ നല്ല കഞ്ഞിവെള്ളം കിട്ടുന്നുണ്ടോ? കഞ്ഞിവെള്ളവും നല്ല ഫുഡുമൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ ഷാപ്പാണ് കേട്ടോ. നല്ല ഫുഡും കിടുക്കാച്ചിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ചിങ്ങഞ്ചിറ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഇവിടെയും കയറണം. നല്ല കാന്താരിയും കപ്പയും. പിന്നെ നമ്മൾ കള്ളു കുടിക്കത്തില്ല, നല്ല കഞ്ഞിവെള്ളം കിട്ടും കേട്ടോ. പാലക്കാടൻ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.